നമസ്കാരം. നമസ്കാരം ശ്വേത. അപ്പൊ നമ്മള് ലോക്ക്ഡൗൺ കാലത്തെ ഡാൻസേഴ്സ് ലൈഫ് അതിനെ കുറിച്ച് ഉള്ള ഒരു സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമർ, ടീച്ചർ, അങ്ങനെ ഒരു ലൈഫ് കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള ഈ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ, യു ആർ നോട്ട് സപ്പോസ് ടു ഗോ ഔട്ട്, നോ പെർഫോമൻസസ്, അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ എങ്ങനെയാണ് എഫക്ട് ചെയ്തത്? എങ്ങനെ സ്പെൻഡ് ചെയ്തു ഈ ദിവസങ്ങള്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യാമോ? Okay. We all know that this COVID pandemic and lockdown, due to COVID-19, the whole world is going through a dreadful phase. Everybody is facing challenges. Apo artists are also facing challenges. Apo ഞാനൊരു എക്സെപ്ഷൻ അല്ല. ഞാനും ഒരുപാട് ചാലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. Actually, when the pandemic started and when the lockdown was announced, ഞാൻ വളരെ nervous ആയിരുന്നു. Nervous means confused ആയിരുന്നു. I did not know what to do, what is happening. ഒരുപാട് confusion and uncertainty. പക്ഷേ ഞാൻ ഒരു വളരെ പോസിറ്റീവായ പേഴ്സൺ ആണ്. ആൻഡ് ഐ ആം an optimistic person. Okay. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ദിവസം കുറച്ച് 2 weeks എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. സോ സ്ലോലി ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് സംതിങ്, occupying myself in some creative work. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത്, ഞാൻ കുറെ സിനിമ കണ്ടു, ഫിലിംസ്. ഓക്കെ. എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറെ സിനിമ ഉണ്ട് വിച്ച് I wanted to watch but I couldn't because of time constraints. അപ്പോൾ ഞാൻ ആ സിനിമ കുറെ കണ്ടു, ഫിലിംസ് കണ്ടു. അത് കണ്ടിട്ട് കുറെ കൂടുതൽ ബുക്സ് വായിച്ചു. എനിക്ക് ഒരുപാട് ബുക്സ് വീട്ടിലെ ഒരു ലൈബ്രറി മാതിരി ഉണ്ട്. അപ്പോ ഒരുപാട് ബുക്സ് ഉണ്ട്, എനിക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അത് ഞാൻ വായിച്ചു. പിന്നെ then എൻ്റെ institution അടുത്താണ്, even though it is shut down now, but I'm privileged to have enough space in my house to practice. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഓൾഡ് ഐറ്റംസ് ഇൻ ദ സെൻസ്, ഞാൻ ഇപ്പോൾ ആ ഐറ്റംസ് ഇനി അധികം പെർഫോം ചെയ്യാറില്ല. പണ്ടേ പെർഫോം ചെയ്തിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, those items. അത് കഴിഞ്ഞിട്ട് then I did a few videos of my dance. അത് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഒരെണ്ണം on the rooftopലായിരുന്നു. അത് വളരെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി. അപ്പോൾ that was a motivation. ഈ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ. Okay, I'm active, to make myself feel that I'm active. Okay, I'm not just simply sitting. അത് കഴിഞ്ഞിട്ട് then I did one online performance that is for a cause. ഒരു fundraising performance ആയിരുന്നു, to help the migrant workers. അത് ചെയ്തു. Then after that I did a lot of cooking. പിന്നെ ഒരു ഹാബിറ്റ്, ഇപ്പോ ഒരു നല്ലൊരു ഹാബിറ്റ് ഗ്രോ ചെയ്തു. in 3 months ഒരു ദിവസം പോലും പുറത്ത് കഴിച്ചിട്ടില്ല. So every day homemade healthy food. So അങ്ങനെ like many others, I also still facing a lot of challenges, but I'm like many others, I'm also trying hard to convert my challenges into opportunities by keeping myself occupied and by doing a lot of creative activities. We should not forget the ultimate contentment of an artist and a spectator. So dance is best seen, best enjoyed, best treated, and the whole essence of dance is best experienced when
It is seen through the naked eyes of a spectator, okay, audience. Yeah. And ഒരു ഡാൻസർക്ക് എന്താ സാറ്റിസ്ഫാക്ഷൻ വെൻ ഷീ ഈസ് ഓൺ എ റിയൽ സ്റ്റേജ്. ഒരു റിയൽ സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഓഡിയൻസ് കാണുന്നു, ഓഡിയൻസിന്റെ റിയാക്ഷൻ നമ്മൾ അറിയുന്നു, അപ്ലോസ്, അപ്രീസിയേഷൻ ആൻഡ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആ ഒരു ഓഡിയൻസിന്റെ കൂടി ഒരു ഇന്ററാക്ഷൻ, ഗ്രീൻ റൂമിലായാലും ഓൺ സ്റ്റേജ് ആയാലും ആ ഒരു ഇന്ററാക്ഷൻ. ആൻഡ് ദോസ് ആർ ദ moments which any dancer or any artist will long for. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഒരു ആർട്ടിസ്റ്റ് ഗെറ്റ്സ് ദ എനർജി ടു ക്രിയേറ്റ് മോർ. പിന്നെ നമുക്ക് മുമ്പിലേക്ക് പോകാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ ആണ് ഓഡിയൻസ്, അവരുടെ റിയാക്ഷൻ, അവരുടെ അപ്രിസിയേഷൻ. അത് അപ്പോ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും വർഷത്തിന്റെ എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസ് അതുകൊണ്ട് നമ്മൾ ഇത്രയും ക്രിയേഷൻ ചെയ്തു, അത് ഒരു ഒറ്റയടിക്ക് നമുക്ക് മറക്കാൻ പറ്റില്ല. സഡൻലി വി കനോട്ട് ഗോ ആൻഡ് ഡു ദാറ്റ് virtually to get that kind of satisfaction on fulfillment. അത് ഒരു കാരണം ആണ് ഞാൻ virtually പെർഫോം ചെയ്യാൻ അത്ര ഇപ്പൊ സംടൈം അത്ര എന്താ പറയാ ഫീലിംഗ്. പക്ഷെ സംടൈംസ് for some reasons I again said pause, or some reasons you sometimes you can't say no. പക്ഷെ mostly I don't like to do that. So എപ്പോ എല്ലാം ശരിയായിട്ട് we keep practicing, we keep ourselves healthy, active, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു റിയൽ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാം. അങ്ങനെയാണ് എന്റെ സ്റ്റിൽ ഇപ്പോൾ ലോക്ക്ഡൌൺ പോയിക്കൊണ്ട് ഇറ്റ് ഇസ് കണ്ടിന്യൂവിങ്. അപ്പോ ഞാനിപ്പോ അടുത്ത് ഞാനൊരു പുതിയൊരു ഒരു നല്ലൊരു ഡാൻസ് പീസ്, മ്യൂസിക് പിക്കപ്പ് ചെയ്തു. അതിനെ ഇപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ അത് ചെയ്യണം. അങ്ങനെ എവറി ഡേ സംതിങ് ഐ എം ഡൂയിങ് സംതിങ്. ആൻഡ് I think it's a good time for everybody to introspect. കാരണം നമ്മള് ഭയങ്കര everybody is all the time busy, rushing all the time, no time to spend for ourselves. ഇപ്പോ എനിക്ക് തോന്നുന്നു like many others I have time to introspect. അതൊരു നല്ല കാര്യം. പിന്നെ വേറൊരു കാര്യം ഉണ്ടായി, that is എനിക്ക് I was not a very virtual friendly person before the lockdown. അപ്പോ ലോക്ക്ഡൌൺ തുടങ്ങിയ ശേഷം ഇതൊരു നെസസിറ്റി ആയിട്ട് മാറി, ടു സസ്റ്റെയിൻ ഇൻ ടുഡേസ് വേൾഡ്. കുറച്ച് നമുക്ക് ഡിജിറ്റൽ ആയി പറ്റും ടു സം എക്സ്റ്റെന്റ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ആ ഒരു കുറെ കാര്യങ്ങൾ പഠിച്ചു ഈ സമയത്ത്. നേരത്തെ പറഞ്ഞില്ലേ ഒരു 2 പെർഫോമൻസിന്റെ കാര്യം. ഫസ്റ്റ് ഒരു പെർഫോമൻസ് ഇറ്റ് വാസ് പെർഫോംഡ് ഓൺ റൂഫ് ടോപ്പ്, ഒരു ടെറസിൽ ചെയ്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. അതൊരു ഫെസ്റ്റിവൽ ആയിരുന്നില്ല, റെക്കോർഡഡ് വീഡിയോ ആയിരുന്നു തോന്നുന്നു അല്ലേ? ഇല്ല, റെക്കോർഡ് ഞാൻ എന്ത് ചെയ്യേണ്ട. സോ ആ സോങ് that was a Bengali composition of Rabindranath Tagore. Okay. Appo Tagore composition Mohiniyattam, it suits like anything because both are very graceful, melodious, melody with grace. Okay, it blends beautifully. Appo ഞാൻ അങ്ങനെ കുറെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനൊന്ന് ചെയ്തിട്ട് then I did not record it just to ഒരു social media ഷെയർ ചെയ്യണം ആ ഒരു ഇത് കൊണ്ട് അല്ല, ഒരു എന്താ പറയുക പർപ്പസ് കൊണ്ട് അല്ല ഞാൻ ചെയ്തു. അത് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് after that I felt that the video came out really well. I mean I liked it. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഒന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താലോ, people should see that Mohiniyattam with Ravindra Singh. It's something different, something unique. അത് കാരണം അപ്ലോഡ് ചെയ്തു. ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു. അത് that went well. അപ്പൊ അങ്ങനെ
it was എൻ്റെ ഹസ്ബൻഡാണ് അത് വീഡിയോ ചെയ്തത്. പിന്നെ ഇനി പെർഫോമൻസ് ഒരു ഓൺലൈൻ ഫണ്ട് റേസിംഗ് ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് പെർഫോമൻസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പെർഫോമൻസ് മാത്രമേ ചെയ്തിരുന്നുള്ളൂ ഓൺലൈൻ ഫെസ്റ്റിവൽസ്? കാരണം ഞാൻ ചോദിക്കാൻ കാരണം പൊതുവേ എസ്പെഷ്യലി യുവർ ജനറേഷൻ കുറച്ച് സീനിയർ ആയിട്ടുള്ള പെർഫോമേഴ്സ് ഓൺലൈൻ ഫെസ്റ്റിവൽസ് എല്ലാം കൊടുക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ് കമ്പയർഡ് ടു ദ യങ്ങർ ജനറേഷൻ. യങ്ങർ ജനറേഷൻ ആണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ട് കാണുന്നത്. മേ ബി അപ്കമിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ് കാണുന്നത്. അപ്പം എന്തായിരിക്കാം ഈ ഒരു സീനിയർ ജനറേഷൻ അല്ലെങ്കിൽ വളരെ ഒരുപാട് സ്റ്റേജസിൽ പെർഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചിത്രമുണ്ട് നിങ്ങളുടെയൊക്കെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ. ഇനി ആ ഒരു ലെവൽ മാറണ്ട എന്ന് കരുതിയിട്ടാണോ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ ഈ ഓൺലൈൻ പെർഫോമൻസുകളൊന്നും അധികം വരാത്തതിന്? രണ്ട് റീസൺ ഉണ്ട്. വൺ ഈസ് first I come to why younger generation is doing it. Is situation le it's only the virtual world which is open to us to share our thoughts, creativity, feelings, to be connected with each other. Adu maathre ullu. Creative artists have lot of creative energy. appo energy endengil oru nalla idile channelize avanam in the right way. Appo adine vendi people are choreographing, creating and sharing with people through virtual media, and they are getting appreciated. I have seen a few excellent and വളരെ creative ആയിട്ട് വീഡിയോസ് ഞാൻ കുറച്ച് കണ്ടു ഇപ്പോ ഈ ലോക്ക്ഡൌൺ പീരിയഡില്. യങ് ആർട്ടിസ്റ്റ് തന്നെ, എനിക്ക് പേര് പോലും അറിയില്ല, പക്ഷെ ഞാൻ വിചാരിച്ചു വാട്ട് ബ്യൂട്ടി, ലൈക്ക് ബ്യൂട്ടിഫുൾ പെർഫോമൻസസ്. അപ്പൊ അങ്ങനെ കുറച്ച് പേര് നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, and I'm sure that either they did not get a proper platform to showcase their talent. Actually they are talented, and some organizers, I'm sure that some organizers are watching them, and their efforts, their creativity, that will pay off after everything becomes normal. Okay, so adoru nalla platform ana to reach to people, those who are really really talented. At the same time nammalde generation le that may be their purpose. Okay, നമ്മളുടെ ജനറേഷനിൽ ഇപ്പോ നമുക്ക് ഒരു സ്റ്റേജ്, ഒരു റിയൽ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ട് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ആർട്ട്, അത് നന്നായിട്ട് അറിയാം. നമ്മൾ അത്ര അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡാൻസർ, ഐ എം സെയിങ് ഡാൻസർ ഓർ എനി ആർട്ടിസ്റ്റ് ആൻഡ് ദ സ്പെക്ടേറ്റർ. ആ രസാനുഭൂതി, ആ ഒരു once you experience it, then അതൊരു ഫേക്ക് വെർച്വലി നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത് കാരണം എനിക്ക് ഞാൻ ഒരെണ്ണം പെർഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഫോർ എ കോസ്, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ അത് ഇപ്പോ ജസ്റ്റ് ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞാൽ, unless it is a very big organizer, വളരെ നല്ല ഓർഗനൈസർ, നന്നായിട്ട് ചെയ്യണം, അങ്ങനെ അല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എനിക്ക് ഇറ്റ് ഇസ് നോട്ട് എന്റെ ഇതില്ല. ഐ മീൻ ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. But if it is a big platform like HCL, I'm just for an example, three വലിയൊരു platform ഉണ്ടെങ്കിൽ yes, we will do. And I said that I'm fortunate to have a space in my house. I can make a background, beautiful background. I'm very particular about background and lights and all sets. And even though I'm doing it in the house, ഞാൻ ആ കാര്യങ്ങൾ നന്നായിട്ട് നോക്കും. പക്ഷെ എല്ലാവരും not that fortunate to have. Some people are doing in the drawing room. ചെറിയ കേസിലെ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് dancers, they are really good. Actually, you can make out from their performance that they are good dancers. But they are compromising the quality of their performance only because of the constraints of their scale. Pinne lights ശരിക്കല്ല. They don't have no expensive
phone, appo camera quality is not that good. Appo ella matter, you know, all these things matter for a performance. Appo virtual performance undengilum appo ellavarkum different reason undu. Ende reason that enike aa oru satisfaction, aa oru contentment, oru fulfillness കിട്ടുന്നില്ല. നമ്മളുടെ generation dancers, നമ്മളുടെ senior dancers who have performed a lot, അവർക്ക് ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളുടെ purpose is different. Young generation purpose is different. Correct. That is the difference. Yeah. One more thing, ഈ ഓൺലൈൻ ഫെസ്റ്റിവൽസ് എന്നൊക്കെ പറയുമ്പം ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ സൈഡും ഇവിടെ പലരും അതിനെക്കുറിച്ച് പറയുന്നതും അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഗോയിങ് ഓൺ ഇൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ആർട്ടിസ്റ്റ് വെർ നോട്ട് പെയ്ഡ്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പേ ചെയ്യാൻ ഓർഗനൈസേഴ്സിനുള്ള ബുദ്ധിമുട്ടുകൾ. ബിക്കോസ് വി നോ ഇപ്പോൾ സ്പോൺസേഴ്സിനെ കിട്ടലെല്ലാം ബുദ്ധിമുട്ടാണ്. സോ വി കാൺ ബ്ലെയിം ദം. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രൈസിസും കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു ഈ ഒരു പാറ്റേൺ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയും അത് ആർട്ടിസ്റ്റിന്റെ ഫിനാൻഷ്യൽ സൈഡ്, അവര് ഏർണിംഗ് അല്ലെങ്കിൽ ആർട്ടിന് കൊടുക്കുന്ന ആ ഒരു വാല്യൂ, അതിനെല്ലാം ബാധിക്കില്ലേ? അതോ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു പീരീഡിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന രീതിയിൽ അങ്ങനെ അങ്ങോട്ട് മാറ്റിവെക്കുകയാണോ വേണ്ടത്? എന്താ തോന്നുന്നത്? Actually, see, we have to accept the reality. We have to accept the reality of present condition. നമ്മളുടെ കയ്യില് എന്താ വെർച്വൽ മീഡിയ ഇല്ലാത്ത വേറെ ഒരു വഴിയില്ല, ഒന്നുമില്ല. സോ till everything becomes normal, അതുവരെ നമുക്ക് those who are doing it's fine. Like payment ന്റെ കാര്യത്തിൽ, yes, whether you are doing virtually or on a real stage, payment ന്റെ കാര്യത്തിൽ, like, you know, artists are dancing, it should not be free. അതിന്റെ ഒരു remuneration they should get. എല്ലാം നോർമലായി കഴിഞ്ഞാൽ പോസ്റ്റ് പാൻഡമിക് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, if it continues like that, then it could be a threat for the arts and artists. It could be a threat. കാരണം ഇതൊരു ഹാബിറ്റ്, ഒരു ട്രെൻഡ് ആയി പോയി കഴിഞ്ഞാൽ then there is a problem. പക്ഷെ till then നമുക്ക് ഇതില്ലാത്ത വേറൊരു വഴിയില്ല. വെർച്വൽ പ്ലാറ്റ്ഫോം പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു സൈഡ് നമ്മൾ പറഞ്ഞു പെർഫോമൻസസ്, വീഡിയോ പോസ്റ്റിംഗ് ആയിട്ടായാലും അല്ലെങ്കിൽ ഓൺലൈൻ ലൈവ് സ്ട്രീമിംഗ് ആയിട്ടായാലും, പിന്നെ മറ്റ് ഇപ്പൊ ചേച്ചിയെ പോലുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും അല്ലെങ്കിൽ ഡാൻസ് ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പോ ആക്റ്റീവ് ആയിരിക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ബിക്കോസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പൊ വേറെ വഴിയില്ലാത്തത് കൊണ്ട് എവ്രിബഡി ടേൺസ് ടു ഓൺലൈൻ വിർച്വൽ ക്ലാസ് റൂംസ്. ഇപ്പം ചേച്ചി എടുക്കുന്നുണ്ടല്ലോ ക്ലാസ് റൂം. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോ ഫേസ് ചെയ്യുന്ന മറ്റ് ചാലഞ്ചസ് എന്തൊക്കെയാണ്? കാരണം നമ്മുടെ പെർഫോമൻസിന്റെ ചാലഞ്ചുകൾ പറഞ്ഞു, അതായത് സെറ്റ്, സ്പേസ്, അതൊക്കെ. ക്ലാസ്സിലേക്ക് വരുമ്പോ എന്തൊക്കെയാണ് അവിടെ ടെക്നിക്കലി ആൻഡ് അതർ? I know many senior dancers, എല്ലാ ഡാൻസ് ഫോമില് ഒരുപാട് സീനിയർ ഡാൻസേഴ്സ് സ്കൈപ്പ് ക്ലാസ്സസ് ചെയ്യാറുണ്ട്. Even before, yeah. Before 2-3 വർഷമായിട്ട് ഞാൻ സ്കൈപ്പ് ക്ലാസ്സസ്, സ്കൈപ്പ് ലെസൺസ് കൊടുക്കാറുണ്ട്. But the students who are living abroad, അവർക്ക് വേറെ ഒരു സോഴ്സ് ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തെ മോഹിനിയാട്ടം, എസ്പെഷ്യലി മോഹിനിയാട്ടം പഠിക്കാൻ അത്ര സോഴ്സസ് ഇല്ല അബ്രോഡിലെ. ഓക്കെ, അപ്പോ those who have already learned, ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് പോയി അല്ലെങ്കിൽ ഫോർ ജോബ് എടുത്തിട്ട് പോയി, പക്ഷെ they are good dancers, they have learned already dance and all, they want to continue. That is a different section. അപ്പോ ഇവിടുത്തെ ക്ലാസ് എന്താ, എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷട്ട് ഡൗൺ ആയിപ്പോയി ബിക്കോസ് ഓഫ് ലോക്ക്ഡൗൺ. അപ്പോ എനിക്ക് ജൂനിയർ, ഇന്റർമീഡിയറ്റ് ആൻഡ് സീനിയർ 3 ലെവൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോ what happens, you know, we don't know how long this is going to continue like this. എപ്പോ തുറക്കും, എന്താ കുട്ടികൾ വരുവോ ഇല്ലയോ? So actually it took me 3 months to even figure out what to do next. How do I start? When the school, all the schools, academic schools started on Google Meet, appo enikku
കുട്ടികൾക്ക് ഒരു ധാരണ കിട്ടി, ഓക്കെ ഇങ്ങനെ ചെയ്യാമോ, അപ്പൊ എനിക്ക് ഒരു ധാരണ കിട്ടി. സോ വാട്ട് ഹാപ്പൻഡ്, ദെൻ ഐ സ്റ്റാർട്ടഡ്. എന്തിനാ സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ പിന്നിലെ റീസൺ എന്താ, ദാറ്റ് കുട്ടികള് ദോസ് ഹു ആർ കമ്മിങ് ഫോർ ഗ്രൂപ്പ് ക്ലാസ്സസ് അവർ പഴയ ഐറ്റം എല്ലാം മറന്നുപോകും. വി ഡോണ്ട് ഗിവ് ദം റെഗുലർ ക്ലാസ്സസ്. പഴയ ഐറ്റം മറന്നു പോകും. അത്ര ആരും പ്രാക്ടീസ് ചെയ്യില്ല അറ്റ് ഹോം അൺലെസ് വി പുഷ് ദം ആൻഡ് ആസ്ക് ദം ടു ഡു ഹോംവർക്ക്, വി ഗിവ് അസൈൻമെന്റ്. സോ ദേ അങ്ങനത്തെ ഇല്ലെങ്കിൽ അവർ അത്ര പ്രാക്ടീസ് ചെയ്യില്ല. പിന്നെ മറന്നു പോകും. മറന്നു പോയിട്ട് എന്ത് ചെയ്യാറിയോ, വാട്ട് വിൽ ഹാപ്പൻ, they will lose confidence to come back to the class. അയ്യോ എല്ലാം മറന്നു പോയി, എങ്ങനെ ക്ലാസ് എന്താ ചെയ്യാം, we have to start from the beginning. ആ ഒരു thought വരും. അപ്പോ so what I am doing now, I started this, so I am giving practice to the old item practice ചെയ്യിപ്പിക്കുന്നുണ്ട്, old items. അപ്പൊ അവരെ അസൈൻമെന്റ് ചെയ്ത് എനിക്ക് വീട്ടിലെ വീഡിയോ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരും. സോ that they are taking effort to dance at home alone, take the video and then send me. അപ്പൊ ആ ഒരു നല്ലൊരു എക്സസൈസ് ആണ്, റിവൈസിങ് ഓൾ ദ ഐറ്റംസ്. അതിനെ കൂടെ നമ്മൾ ചെറുതായിട്ട് ഒരു പുതിയ എന്തെങ്കിലും പഠിപ്പിക്കും, ചെറുതായിട്ട്, ടു മേക്ക് കീപ് ദം മോട്ടിവേറ്റഡ്, കീപ് ദം. ഓക്കെ പഴയ ഐറ്റം പ്രാക്ടീസ് ചെയ്ത് കുറച്ച് നമ്മൾ പുതിയ എന്തെങ്കിലും പഠിച്ചു, പക്ഷെ ഒരുപാട് അല്ല, കുറച്ച്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണം. So then only they will come back. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഓൺലൈൻ ഈ ഗ്രൂപ്പ് ക്ലാസ് തുടങ്ങിയത്. That is the reason. ഇതിനു മുൻപ് നമുക്ക് ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത് പോലെ, ഫോർ എക്സാമ്പിൾ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, ഒരു വളരെ ഡീപ്പ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, ക്രിറ്റിസിസം, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. അതുപോലുള്ള സീരിയസ് ഡിസ്കഷൻസ് ഓൺ ആർട്സ്, അല്ലെങ്കിൽ അതിന്റെ വളർച്ചയെ പറ്റി, ഡെവലപ്മെന്റ്സ്, അല്ലെങ്കിൽ ന്യൂ കൊറിയോഗ്രാഫി, ന്യൂ കോൺസെപ്റ്റ്സ്, അങ്ങനെയുള്ള ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഡിസ്കഷൻസ്, അതൊക്കെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോംസിൽ എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ശ്രദ്ധിക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ കൂടുതൽ നടക്കുന്നുണ്ട്. ഈ ഡിസ്കഷൻസ് ഒക്കെ വളരെ എന്താ പറയുക, ഒരുപാട് നല്ല ഈവൻ വെരി സീനിയർ ആർട്ടിസ്റ്റ്, സ്കോളേഴ്സ്, ദേ ആർ ടേക്കിംഗ് പാർട്ട് ഇൻ ഡിസ്കഷൻസ് ആൻഡ് ഐ ലവ് ടു വാച്ച് ദോസ് ഡിസ്കഷൻസ്. ഒരുപാട് വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. So that part I really like, because മുമ്പേ ഈ ലോക്ക്ഡൌണിന് മുമ്പേ ഇത്രയും ഡിസ്കഷൻസ് ഓൺലൈൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും സെമിനാർ ഉണ്ടോ, അവിടെ പോയി താമസിച്ച് ആ സെമിനാർ അറ്റൻഡ് ചെയ്തു, അപ്പോ ആണ് then we could see this people talking and all, speaking the subject on. പക്ഷെ ഇപ്പോ ready available, like everybody is doing seminars, online seminars. അത് വളരെ നല്ല കാര്യം. I watch a lot of online seminars and എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഓൺലൈൻ സെമിനാർസിൽ. അതൊരു നല്ല കാര്യം. പിന്നെ റിവ്യൂസ് പറഞ്ഞ എന്താ അറിയോ, ഇപ്പോഴത്തെ കാലത്തെ റിവ്യൂസ് എന്താ, ഒരു പേപ്പറിൽ ആറ് എന്താ എഴുതിയിട്ടുണ്ടോ, ഒരു ക്രിറ്റിക് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് പണ്ടേ നമ്മൾ ഒരു കമ്മിങ് അപ്പ് സമയത്തായിരുന്നു ഒരു ക്രിറ്റിക്കിന്റെ റിവ്യൂ ആയിരുന്നു വളരെ ഇപ്പൊ ഉണ്ട് നല്ല ക്രിറ്റിക്കിന്റെ റിവ്യൂ വിറ്റ് വാല്യുബിൾ ടു അസ്. പക്ഷെ ഇപ്പോ people are getting opportunity to see them directly. They are there to judge whether they're good or bad. But yes, of course there are some very senior critics. You always love to have some positive words from them. Other different. പിന്നെ ഇപ്പൊ മോഹിനിയാട്ടത്തിലേക്ക് വരികയാണെങ്കിൽ, മോഹിനിയാട്ടം നമുക്കൊക്കെ അറിയാം, ഇങ്ങനെ ഡേ ബൈ ഡേ എന്ന് പറയുന്നത് പോലെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ധാരാളം ചർച്ചകളും എക്സ്പെരിമെന്റ്സും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു ആർട്ട് ഫോമാണ്. സോ ഇങ്ങനെ ഈ ഒരു ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോ പല ക്ലാസ്സസും ക്യാൻസലായി, പല പ്രോഗ്രാംസും ക്യാൻസലായി, അങ്ങനെയൊക്കെ വരുമ്പോൾ മോഹിനിയാട്ടം എന്ന ഒരു ആർട്ട് ഫോം കമ്പയർ ടു അതർ ആർട്ട് ഫോംസ്, അല്ലെങ്കിൽ മറ്റ് ക്ലാസിക്കൽ ആർട്ട് ഫോംസിനെ കമ്പയർ ചെയ്യുമ്പോൾ മോഹിനിയാട്ടം മാത്രം എന്തെങ്കിലും പുതിയ ചാലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കൊറോണ പീരീഡിൽ മോഹിനിയാട്ടം ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ച് എന്തായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസ്പെക്ട്സ്
ഉണ്ടായിരിക്കാം, പുതിയ സ്കോപ്പുകൾ ഉണ്ടായിരിക്കാം. Mohiniyattam is facing challenges for many years now. Okay, right from the beginning. Yeah. Okay. Appo Mohiniyattam, like Bharatanatyam, Odissi, Kathak, the popular dance forms madiri Mohiniyattam ആ മോഹിനിയാട്ടത്തിന്റെ ഒരു എന്താ പറയുക ഡിസർവിങ് പ്ലേസ് കിട്ടിയില്ല. അത്ര പോപ്പുലർ അല്ല, അത്ര ഭരതനാട്യം ഒഡീസി മാതിരി അത്രയും ഡാൻസേഴ്സ് ഇല്ല. അതിന്റെ പല റീസൺസ് ആയിരിക്കും. മേ ബി ബിക്കോസ് ഓഫ് ദ സ്ലോ പേസ് ആയിരിക്കാം. പിന്നെ ലാക്ക് ഓഫ് എക്സ്പെരിമെന്റൽ വർക്ക്. എക്സ്പെരിമെന്റേഷൻ മറ്റേ ഡാൻസ് കമ്പയർ ചെയ്യുമ്പോൾ മോഹിനിയാട്ടത്തിൽ കുറവാണ്. ഓക്കെ. പിന്നെ one very important reason I feel that Madhya states, when other states have only one dance form to promote, Kerala had or even Mohiniyattam are a growing stage le aa samayattum valare developed aite other രണ്ട് art form ഉണ്ടായിരുന്നു, that is Kathakali and Kudiyattam. appo ee growing stage il thanne കഥകളി കുടിയാട്ടം പോലെ രണ്ട് ആർട്ട് ഫോമിന്റെ കൂടെ മോഹിനിയാട്ടം ഫെമിനിൻ ഡാൻസ് ഫോം ലൈക്ക് മോഹിനിയാട്ടം വാസ് കോമ്പീറ്റിംഗ്. ഓക്കെ. ആൻഡ് സ്റ്റിൽ ഇപ്പോ അതൊരു ചാലഞ്ച് ഫേസ് ചെയ്യാറുണ്ട്. ആ ഒരു ഫേസ് ഇപ്പോ സ്റ്റിൽ മോഹിനിയാട്ടം ഈസ് ഫേസിങ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ദാറ്റ് ഭരതനാട്യം, കഥക്, ഒഡീസി ഇതുപോലെ അത്രയും പോപ്പുലറായ ഡാൻസ് ഫോം മാതിരി മോഹിനിയാട്ടം hasn't yet received that it's a deserving place. That's true aanu. Maybe namakku athre dancers illa Bharatanatyam, Kathak, Odissi madiri atra dancers atra and pariya audience illa, but at the same time ഞാൻ പറയാം Mohiniyattam is much more accepted than before. അത് നമ്മളുടെ ഗുരുനാഥന്മാരുടെ കൺട്രിബ്യൂഷൻ കൊണ്ട് ആൻഡ് ഓൾസോ നമ്മളുടെ ജനറേഷൻ ഓൾസോ ഹാസ് കൺട്രിബ്യൂട്ടഡ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മോഹിനിയാട്ടം. ഒരുപാട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കൂടി ചെയ്തിട്ടുണ്ട്. നാഷണൽ ഫെസ്റ്റിവൽസ്, ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ മോഹിനിയാട്ടത്തിന്റെ ഒരു സ്പേസ് ഉണ്ട് ഇപ്പോൾ. Okay. So and personally ഞാൻ almost എല്ലാം നാഷണൽ ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്തു. then ഒരുപാട് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമില് മോഹിനിയാട്ടം പ്രസന്റ് ചെയ്യാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ഒരുപാട് എന്താ പറയുക ഇന്റർനാഷണൽ സ്റ്റേജിൽ പെർഫോം ചെയ്തു. പിന്നെ ഇപ്പോ ഒരു വളരെ enthusiastic ആയിട്ട് വളരെ ഇന്റലിജന്റ് ആൻഡ് എന്താ പറയാ വെൽ ലേർണഡ് ആയിട്ട് ഒരു യങ്ങർ ജനറേഷൻ ഉണ്ട്. ആൻഡ് ദേ ആർ ഡൂയിങ് എക്സലന്റ് വർക്ക്, വളരെ നല്ല വർക്ക് ചെയ്യുന്നു. അപ്പോ ആൻഡ് ദേ ആർ റെഡി ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. അപ്പോ എനിക്ക് തോന്നാറുണ്ട് ദാറ്റ് മോഹിനിയാട്ടം ഈസ് ഇൻ സേഫ് ഹാൻഡ്. അത് ഗ്രാഫ് ഈസ് ഗോയിങ് അപ്വേർഡ് ഗ്രാഫ് ആണ്, പോയിക്കൊണ്ടേയിരിക്കും. And that's a very good sign. And ipo വേറൊരു ചാലഞ്ച് ഉണ്ട്, എന്താ അറിയോ, that younger generation ഇപ്പൊ ഭയങ്കര ഫാസ്റ്റ് ആൻഡ് കോമ്പറ്റേറ്റീവ് വേൾഡ്. അപ്പോ എഡ്യൂക്കേഷൻ അതിന് കൂടിയും ഇത് സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകാൻ ഇസ് വെരി വെരി ചാലഞ്ചിങ് ഫോർ ദെം. അപ്പോ ഈ പ്രഷറിൽ നമുക്ക് ആർട്ട്, ക്ലാസിക്കൽ ആർട്ട്, ഡാൻസ് ഓർ എനി ക്ലാസിക്കൽ ആർട്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അത് സൈമൾട്ടേനിയസ്ലി അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ ഒരു അവർക്ക് ചാലഞ്ച്, നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു ചാലഞ്ച് ആണ് ഇപ്പോ മൈ കൺട്രിബ്യൂഷൻ പറഞ്ഞ I have been practicing Mohiniyattam, performing, teaching for more than 2.5 decades. Okay. I came from Bengal to Kerala, and then just in search of Mohiniyattam. And Mohiniyattam atre love konde njan ingote ettiyadu. Okay, and I'm very proudly can say that I'm the first Bengali
എന്താ പറയാ, മോഹിനിയാട്ടം girl, ആ artist. സമയത്ത് അല്ല ആ സമയത്ത് I am the first Bengali girl to reach to Kerala Kalamandalam after 1932 when Kalyani Amma went to Shantiniketan. Shantiniketan. And Shantiniketan. So Vallathol and Ravindranath, great poet Vallathol and great Ravindranath Tagore, രണ്ടുപേരുടെ ഡ്രീം ആയിരുന്നു ടു കൊളാബറേറ്റ്. അപ്പോ അത് കാരണം അവിടെ ശാന്തിദേവ് ഘോഷ് പറഞ്ഞിട്ടൊരു വലിയ ഡാൻസർ ആയിരുന്നു. ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ ഹാഡ് സെൻഡ് ഹിം ടു കേരള കലാമണ്ഡലം ടു ലേൺ ഇൻ 1930s. ആ സമയത്ത് അല്ല, അത് 40s പക്ഷെ ടു കലാമണ്ഡലം ടു ലേൺ കഥകളി. ആൻഡ് 1930s വല്ലാഥോൽ നാരായണ മേനോൻ ഹാഡ് സെൻഡ് കല്യാണി അമ്മ ടു ശാന്തിനികേതൻ ടു ടീച്ച് മോഹിനിയാട്ടം. ഓക്കെ, അപ്പോ ആ സമയത്ത് പിന്നെ ഒരു വർഷം പഠിപ്പിച്ചിട്ട് തിരിച്ചു വരേണ്ടി വന്നു. ദാറ്റ് ഈസ് അനദർ ഹിസ്റ്ററി. അപ്പോ വല്ലാഥോൽ നാരായണ മേനോൻ കുഡ് നോട്ട് ഫൈൻഡ് അനദർ സബ്സ്റ്റിറ്റ്യൂട്ട്, കുഡ് നോട്ട് ഫൈൻഡ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോ അത് കാരണം അവിടുത്തെ ശാന്തിനികേതൻ മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ആയി. ഓക്കെ, അത് കാരണം മോഹിനിയാട്ടം അന്നേ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടിയിട്ട് അനദർ ടീച്ചർ അവിടെ പോയി പഠിപ്പിച്ച മോഹിനിയാട്ടം വുഡ് ഹാവ് ബീൻ ഫ്ലറിഷ്ഡ് ഇൻ വെസ്റ്റ് ബംഗാൾ നൗ. അപ്പോ അതിനുശേഷം ഞാനാണ് ഫസ്റ്റ് 92 ഞാൻ കേരളത്തിൽ എത്തി. ദാറ്റ് ഇസ് ഫുൾ കണക്ഷൻ കിട്ടും. അപ്പോ ആ ഒരു കൺട്രിബ്യൂഷൻ എനിക്ക് ഒരു ഭയങ്കര ഒരു ഫുൾഫിൽമെന്റ്. വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, ഇറ്റ് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഐ കുഡ് ഡു ഇറ്റ്. അങ്ങനെ അപ്പോ ഞാൻ അത് വന്ന ശേഷം കുറെ ഐറ്റംസ് പറഞ്ഞ ഡാൻസ് പീസസ് ഐ ഹാവ് കൊറിയോഗ്രാഫ്ഡ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും ഞാൻ എന്തെങ്കിലും ഒരു കൺട്രിബ്യൂട്ട് ചെയ്തു. സോളോ ആയാലും ഗ്രൂപ്പ്, ട്രഡീഷണൽ, എക്സ്പെരിമെന്റൽ, thematic, all these areas I have touched, എന്തെങ്കിലും ഒരു കൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ whatever little knowledge I have. I'm a creative artist and I have creative space. ഞാൻ ഇതുപോലെ എത്ര കാലം പറ്റുമോ അത്ര കാലം ക്രിയേറ്റ് ചെയ്യും. whatever knowledge I have, or I would like to pass my knowledge on to my students, so that they can take it forward. And one day I want to sit back എനിക്ക് കാണണം എൻ്റെ legacy, എൻ്റെ creations, they are carrying on my creations, and without diluting the purity and the classicism of the art. അത് എൻ്റെ ഡ്രീം. ഒരു ദിവസം എനിക്ക് കാണണം. അങ്ങനെയാണ് ആ ഒരു പാരമ്പര്യം, ആ ഒരു ചെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ പാരമ്പര്യം അല്ലെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു പോകുന്നത്. ദാറ്റ് ഈസ് അനദർ മോഡ് ഓഫ് ഡോക്യുമെന്റേഷൻ അല്ലെ, സ്റ്റുഡൻസിലൂടെ അല്ലെങ്കിൽ ഡിസൈപ്പിൾ ആ പരമ്പരയിലൂടെ. ഡെഫിനറ്റ്ലി അത് ഡ്രീം ചെയ്യൂല്ലേ? ഡെഫിനറ്റ്ലി അതെ. മാത്രമല്ല എനി ഡാൻസർ, എനി ആർട്ടിസ്റ്റ്. ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബംഗാളി ആയിട്ടുള്ള ഒരു കുട്ടി കേരളത്തിലേക്ക് വരുന്നു, മോഹിനിയാട്ടം പഠിക്കുന്നു, മോഹിനിയാട്ടം ഏറ്റെടുക്കും. മോഹിനിയാട്ടം മാത്രമല്ല, ശരിക്കും പറഞ്ഞ ഇവിടുത്തെ എല്ലാ കൾച്ചറിനെയും അങ്ങനെ സ്നേഹത്തോടെ ഏറ്റെടുത്തു, ഇൻക്ലൂഡിങ് ലാംഗ്വേജ്, കൾച്ചർ, ലൈഫ് സ്റ്റൈൽ. ഇപ്പം ഇങ്ങനെ ഈ മലയാളത്തിൽ തന്നെ ഇത്രയും സംസാരിച്ചത് തന്നെ അതിനുള്ള തെളിവാണ്. അപ്പൊ എത്രത്തോളം കേരളത്തിലെ culture totally imbibed the culture totally, and sometimes I feel that I have changed internally എനിക്ക് change ആവാൻ പറ്റി. It is not half. I like Kerala now more than Bengal. ഇവിടുത്തെ നേച്ചർ ഇഷ്ടം, ഇവിടുത്തെ ക്ലൈമറ്റ് ഇഷ്ടം, ഇവിടുത്തെ സ്പെഷ്യലി ഫുഡ്, പിന്നെ ലാംഗ്വേജ് എല്ലാം അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിപ്പോയി. പിന്നെ എന്തായാലും എന്റെ ഗുരുനാഥൻ, അത് എന്റെ ശാന്തിനികേതൻ എന്റെ ഗുരു ആയിരുന്നു, ഗുരു കലാമണ്ഡലം ശങ്കർ നാരായണൻ. എന്റെ ഗുരു ആണ് എന്നോട് എന്താ പറയാ, എനിക്ക് പാത്ത് കാണിച്ചു കൊടുത്തത്. ദിസ് ഈസ് യുവർ പാത്ത്. ആൻഡ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ അച്ഛൻ അമ്മയുടെ എന്റെ പേരൻസിനെ കൺവിൻസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ കലാമണ്ഡലത്തില് എന്റെ അഡ്മിറ്റ് ആക്കിയത്. ഇറ്റ്സ് എ ബിഗ് ലോങ് എപ്പിസോഡ്. അപ്പൊ പക്ഷെ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഓൾ മൈ ഗുരുസ്, എസ്പെഷ്യലി ടു
ഗുരു ശങ്കർ നാരായണൻ എന്താ പറയാ എന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആയി ഇവിടെ വരാൻ പറ്റി. ഇപ്പോഴും ചേഞ്ചസിലൂടെ കടന്നു പോയിരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലെ? ഒരു കൾച്ചറൽ ചേഞ്ച്, ഒരു സ്ഥലത്തിന്റെ ചേഞ്ച്, ആർട്ട് ഫോം, അങ്ങനെയെല്ലാം. അപ്പൊ അതിനെല്ലാം എത്രയും ഭംഗിയായി അതിനെല്ലാം ഇംബൈബ് ചെയ്തിട്ടും അങ്ങനെ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. സോ എന്ത് തന്നെയായാലും ഈ ഒരു പീരീഡും വളരെ പോസിറ്റീവായിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആളാണെന്ന് പറഞ്ഞത്. വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തെ കടന്ന് ഒരു ഫ്യൂച്ചറിനെ കാണുന്നത് അല്ലെ? അതെ, എനിക്ക് ഭയങ്കര ഹോപ്പുണ്ട്. കാരണം നമ്മളിപ്പോ ഹിസ്റ്ററി നോക്കിയാലും എന്തെങ്കിലും ഒരു വേൾഡ് വാർ അല്ലെങ്കിൽ പാൻഡമിക്, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോ, ഡിസാസ്റ്റർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഭാഗം ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹിസ്റ്ററി നോക്കിയാലേ. അപ്പൊ ഇനി നെക്സ്റ്റ് ഫ്ലറിഷ് ചെയ്യാൻ പോകുന്ന രണ്ട് ഏരിയ ഉണ്ട്. വൺ ഈസ് എഗ്രികൾച്ചർ വളരെ ഫ്ലറിഷ് ആവാൻ പോകുന്ന. ഇപ്പൊ തന്നെ അതിന്റെ തുടങ്ങി കഴിഞ്ഞു, വി ക്യാൻ സീ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈസ് ഐ തിങ്ക് ആർട്ട് ആൻഡ് കൾച്ചർ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇമ്മീഡിയറ്റ്ലി ഇന്ന പാൻഡമിക് കഴിഞ്ഞു നാളെ തൊട്ട് ഫ്ലറിഷ് ആവാൻ പോകുന്ന ഇല്ല, അത് പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷെ ഐ ആം ഷുവർ ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്. ഇതിന്റെ ഒരു ഭയങ്കരമായിട്ട് ചേഞ്ച് വരും. പീപ്പിൾ ഗോട്ട് ബോർഡ്, they want to go out and see some good things. Apo film ayalum stage performance ayalum, I'm sure, or I'm hopeful that it will be even better than what we had before pandemic. Thank you so much ചേച്ചി. വളരെ വ്യക്തമായിരുന്നു your thoughts, your hopes എല്ലാം നമ്മളോട് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി. Thank you. Thank you, Shweta, for having me here.